ഹലോ ഗായ്സ്, വെൽക്കം ടു തല്ലുവള്ളി. ഇന്ന് നമ്മുടെ കോളേജിൽ ലാസ്റ്റ് ഡേ ഓഫ് പ്രാക്ടിക്കൽ എക്സാമാണ്. അപ്പോൾ ബസ്സൊന്നുമില്ല, നമ്മളപ്പോൾ വണ്ടിയിലാണ് വന്നത്. നമുക്കപ്പോൾ ഈ കോളേജസിലായിരുന്നു ഞാൻ സാധാരണ വരാറ്. ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ കോളേജസിൽ ഒന്നും വരാൻ പറ്റില്ല, കാരണം 1-2 ബസ് മാത്രമേ ഓടുന്നുള്ളൂ. പക്ഷേ നമ്മൾ ഫുൾ പൈസ കൊടുക്കണം. എല്ലാ മാസം നമ്മൾ പൈസ കൊടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് വേണ്ടി ഒന്നും വരാൻ പറ്റില്ല. കൈയൊക്കെ കണ്ട സ്റ്റിയറിംഗ് ഒക്കെ പിടിച്ചിട്ട് സ്റ്റിയറിംഗ് അല്ലടാ, ആക്സിലേറ്റർ പിടിച്ച് ഇതാണ്. അപ്പോൾ നമ്മളാണ് ഫസ്റ്റ് എത്തിയത് കോളേജിൽ. പിള്ളേരൊന്നും എത്തിയിട്ടില്ല, കാരണം ലൈൻ ബസ് എത്താൻ 8:30 നമ്മൾ 8:20 തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വൈകിട്ടത്തെ പരിപാടിയൊക്കെ കാണാട്ടോ. ആരും വന്നിട്ടില്ല. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്, ലക്ഷ്യയുടെ പരിപാടി എന്നാ. ആകെ 3 വണ്ടി വന്നിട്ടില്ല. സാധാരണ ഇവിടെയൊക്കെ വണ്ടി നിറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ കോളേജ്. നമുക്ക് ഉള്ളിലേക്ക് പോവാം. ലാബ് എക്സാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ മന്തി കഴിക്കാൻ പോയി. നമ്മളപ്പോൾ നേരെ പോയത് മന്തി മനസ്സിലായിരുന്നു, കുഴിമന്തി കഴിക്കാനാണ് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു തുടങ്ങി. ഗ്യാങ് ആയിട്ടാണ് എല്ലാവരും വന്നു തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും വന്ന് ആ വെയിലില്ലാത്ത സ്ഥലത്ത് നിൽക്കായിരുന്നു. നമ്മളെന്താ കഴിക്കാൻ പോണെന്നറിയോ? എന്താ കഴിക്കാൻ പോണത്? അൽഫാം മന്തി. പുറത്ത് അധികം നേരം നിന്നു വെച്ചാൽ നമ്മൾ അൽഫാമാവും. അത് കാരണം നമ്മൾ ഉള്ളിൽ കയറി AC കൊണ്ട് നിന്നു. അപ്പോൾ നമ്മൾ ഇരിക്കാൻ പോകുന്നത് ഈ AC റൂമിൻ്റെ ഉള്ളിലാണ് എല്ലാവരും ഇരിക്കാൻ പ്ലാൻ ചെയ്തത്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഇതാണ് നമ്മുടെ കിച്ചൺ. പുറത്തുനിന്നാണ് നമ്മൾ അൽഫാം ഇതൊക്കെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഗ്ലാസ് വന്നു. അപ്പോൾ ഗ്ലാസ് ഓരോരുത്തർക്കായി പാസിങ് തുടങ്ങി. ഈ അറ്റത്തിൽ നിന്ന് ആ അറ്റത്തേക്ക് അങ്ങനെ പാസ് ചെയ്ത് പോയി. പിന്നെ എല്ലാവർക്കും ഗ്ലാസ് എത്തിച്ചപ്പോൾ നെക്സ്റ്റ് പ്ലേറ്റ് തുടച്ചു തുടങ്ങി. പ്ലേറ്റ് തുടച്ച് വീണ്ടും പാസിങ് ആയി. അപ്പോൾ ഞങ്ങളിരുന്ന ടേബിളിൽ 18 പേരാണ് ഇരുന്നത്. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് മയനേഴ്സ് വന്നു, സലാഡ് വന്നു, ടൊമാറ്റോ കെച്ചപ്പ് വന്നു, എല്ലാം വന്നു. ഇനി മന്തി കൂടി വന്നാൽ സാധനം റെഡി. അപ്പോൾ ഓരോരുത്തർ മൈനേഴ്സ് വെച്ച് പടം അടിച്ചു തുടങ്ങി. അപ്പോൾ ഓരോ ഡിസൈനൊക്കെ അടിച്ചു തുടങ്ങി എല്ലാവരും. അപ്പോൾ നമ്മൾ മൈനസ് തൊട്ടില്ല, കാരണം ഹെൽത്ത് അത്രയ്ക്ക് നല്ലതല്ല. അപ്പോൾ അങ്ങനെ വിചാരിച്ച് നമ്മൾ സലാഡ് കഴിച്ചു. അപ്പോൾ ഫ്രണ്ട്സ് ഇവിടെ ഡിസ്കഷനിലാണ് എന്ത് കഴിക്കുന്നത്. ഇപ്പോഴും ഫുൾ പ്ലാനിങ് ആണ്. അപ്പോൾ ഓരോരുത്തർ സ്വന്തം പേരൊക്കെ എഴുതി വെച്ചു. നമ്മൾ കുറച്ച് സ്ഥലത്തെ മാത്രം പ്ലേറ്റിലിട്ടു. മന്തിയുടെ പ്ലേറ്റ് വെക്കണം മാത്രമേ കണ്ടുള്ളൂ. എല്ലാവരും ചെസ് പീസ് മാത്രം എടുത്തു, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ഒക്കെ ഒരു അറ്റാക്കായിരുന്നു. അവസാനം എനിക്ക് കിട്ടിയതാ ചില ഏറ്റവും ചെറിയ പീസ് ഉള്ളത് കൊണ്ട് സന്തോഷിച്ചു. എന്തായാലും കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയത് ഏറ്റവും ചെറിയ പീസാണ്. പിന്നെ അപ്പുറത്തുള്ളവർക്കൊക്കെ വലിയ പീസ് കിട്ടിയത് കണ്ടിട്ട് നമ്മൾ നോക്കിയിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട് കുറച്ച് റൈസ് ഇട്ട് തന്നു. പിന്നെ റൈസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് എന്താ പരിപാടി, നമ്മൾ കഴിച്ചു തുടങ്ങി. മന്തി കഴിക്കുമ്പോൾ എന്തായാലും ഉള്ളിടലൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യേണ്ടെന്ന് വെച്ചു. അത് കാരണമാണ്. അങ്ങനെ യുദ്ധമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പ്ലേറ്റൊക്കെ കാലിയാവാറായി. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട്സ് പെപ്സി വാങ്ങിച്ചു. അപ്പോൾ പെപ്സി നമ്മൾ കഴിച്ചില്ല, നമ്മൾ റൊണാൾഡോ ഫാനായ കാരണം പെപ്സി കുടിച്ചില്ല.
അപ്പോൾ തൊട്ടപ്പുറത്ത് തന്നെ ഫ്രണ്ട്സ് ഇരിക്കണ്ടായിരുന്നു. അവരുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഫസ്റ്റ് ഞങ്ങളുടെ പിന്നെയാണ് ഇവരുടെ വന്നത്. അപ്പോൾ ഇവർ രണ്ടാമതാണ് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇവരുടെ പകുതി ആയിട്ടുള്ളൂ. എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ ചിലവർ വെറൈറ്റി പറഞ്ഞു. അപ്പോൾ വീണ്ടും സലാഡ് എപ്പോഴും റീഫില്ലിങ് ഉണ്ട്. നമുക്ക് മന്തി വാങ്ങിക്കുമ്പോൾ ഫുള്ള് വാങ്ങിച്ചെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും റൈസ് നമുക്ക് അൺലിമിറ്റഡ് ആണ്. പിന്നെ സലാഡ് മയണൈസ് ഇതൊക്കെ റീഫില്ല് ചെയ്ത് കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ അവിടെ വീണ്ടും മയണൈസും സലാഡും റീഫില്ലായി. അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി കഴിച്ചു. പിന്നെ നമ്മുടെ പൈസ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. എന്നിട്ട് ഓരോരുത്തർക്ക് എത്രയാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ടൊക്കെ പോയി. എന്നിട്ട് നമ്മൾ നേരെ കൈ കഴുകാൻ പോയി. അപ്പോൾ വന്നവർക്ക് എല്ലാവർക്കും നല്ലൊരു അനുഭവമായിരുന്നു. വരാത്തവർക്ക് വേറെ ഒരു അനുഭവം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.